ഫിഫ്ത്ത് മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിംഗ് കൗണ്ടർ. നമുക്ക് രണ്ട് കൗണ്ടറാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. റിംഗ് കൗണ്ടറും ഉണ്ട്, ജോൺസൺ കൗണ്ടറും ഉണ്ട്. അതിൽ റിംഗ് കൗണ്ടറാണ് നമുക്ക് ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാസ്കേഡഡ് കണക്ഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വേർ ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ടു ദി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ദ ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ടു ഇൻപുട്ട് ഓഫ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് സോ ഓൺ. അപ്പോൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് രണ്ടാമത്തെ ഇൻപുട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അതൊരു സൈക്കിൾ പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എവിടേക്കാണ് വരുന്നത്? ഫസ്റ്റ് ഇൻപുട്ടിലേക്കാണ് വരുന്നത്. ഇനി അതാണ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ റിംഗ് കൗണ്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഫ്രീക്വൻസി കൗണ്ടർ ആക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ക്ലോക്സിൽ ADC, പിന്നെ മെഷർ ടൈമേഴ്സ് ആൻഡ് റേറ്റ് എക്സെട്ര. അപ്പോൾ അങ്ങനെ അതാണ് അപ്ലിക്കേഷൻ ഓഫ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു 3 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് അപ്ലിക്കേഷൻ ഓഫ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മളത് അത് എവിടേക്കാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അതായത് ഇറ്റ് ഈസ് യൂസ് ടു കൗണ്ട് ദ ഡാറ്റ ഇൻ എ കണ്ടിന്യൂസ് ലൂപ്പ്. ഒരു കണ്ടിന്യൂസ് ലൂപ്പിൽ ഡാറ്റ എത്രത്തോളം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? ഈ റിംഗ് കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പലതരത്തിലുള്ള റിംഗ് കൗണ്ടർ ഉണ്ട്. 2 സ്റ്റേജ് ഉണ്ട്, 3 സ്റ്റേജ് ഉണ്ട്, 4 സ്റ്റേജ് ഉണ്ട്. അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ 2 സ്റ്റേജ് ആണെങ്കിൽ അത് യൂസ്ഡ് ഇൻ ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട്സ് ആസ് ഡിവൈഡ് ബൈ 2. പിന്നെ 3 സ്റ്റേജ് ആണെങ്കിൽ ഡിവൈഡ് ബൈ 3, 4 സ്റ്റേജ് ആണെങ്കിൽ ഡിവൈഡ് ബൈ 4 സർക്യൂട്ട്സ്. അപ്പോൾ എങ്ങനത്തെ സർക്യൂട്ട്സ് ആണ്? ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട്സ്. അപ്പോൾ 2 സ്റ്റേജ് ആണെങ്കിൽ 2 സ്റ്റേജ്, 3 സ്റ്റേജ്, 4 സ്റ്റേജ്, അങ്ങനെ 4 തരത്തിലുള്ള കൗണ്ടർ നമ്മൾ ഈ ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ മെയിനായിട്ടുള്ള ഫിഗറാണ് നോക്കേണ്ടത്. ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് 4-ബിറ്റ് റിംഗ് കൗണ്ടറാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞു ഒന്നിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്തതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അങ്ങനെ അല്ലാതെ അങ്ങനെ തന്നെ. പക്ഷേ ലാസ്റ്റത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ക്യൂ ആണ്. ഈ ക്യൂന്ന് എവിടേക്കാണ് പോകുന്നത്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ നമുക്ക് എന്താ പറയാം, സാധാരണ നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന മാതിരി ക്ലോക്ക് ഇവിടെ ഉണ്ട്. ക്ലോക്ക് എല്ലാത്തിലേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ CLR നമ്മൾ എല്ലായിടത്തേക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് 4-ബിറ്റ് റിംഗ് കൗണ്ടറിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഫിഗറാണ്. ഇനി എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പാർട്ടും കൂടിയാണ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ നമുക്ക് ട്രൂത്ത് ടേബിൾ പഠിക്കാനുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഡയഗ്രാം പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്കുമ്പോൾ 4 സ്റ്റേറ്റാണ് മെയിനായിട്ട് വരിക. അതായത് 4 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത്രയും സ്റ്റേറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 4 സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആദ്യം 0001, പിന്നെ 0010, പിന്നെ 0100, 1000, അങ്ങനെ 4 സ്റ്റേറ്റ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിളിന് മുന്നേ നമുക്ക് അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം നോക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം വരിക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും. റിംഗ് കൗണ്ടർ ചോദിക്കുമ്പോൾ ഒരു 8 മാർക്കിന് ക്വസ്റ്റ്യനാണ് റിംഗ് കൗണ്ടർ വരിക. അതെല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കുക. റിംഗ് കൗണ്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രാം, ട്രൂത്ത് ടേബിൾ, അതിൻ്റെ ഫിഗർ ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ട്രൂത്ത് ടേബിളിൽ 0, 1, 2, 3, 4 ആണ് അതിൻ്റെ ക്ലോക്ക് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത്. അതിനനുസരിച്ചുള്ള Q1, Q2, Q3, Q4ൻ്റെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് Dയും JKയും ഉള്ള ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡീകോഡറിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അങ്ങനെ 2 അഡ്വാൻറ്റേജാണ് ഈ റിംഗ് കൗണ്ടറിനുള്ളത്. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് 4 സ്റ്റേറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ കൂടുതൽ സ്റ്റേറ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തെന്ന് പറയുന്നത് ജോൺസൺ കൗണ്ടർ. എന്താണ് ജോൺസൺ കൗണ്ടർ നോക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്സ് വെർ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് ഓഫ് ദി ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ടു ആസ് ഇൻപുട്ട് ടു ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലാസ്റ്റത്തെ ഔട്ട്പുട്ടാണ് ഫസ്റ്റിൻ്റെ ഇൻപുട്ടായിട്ട് പോയിരിക്കുന്നത്. പക്ഷേ ജോൺസൺ കൗണ്ടറിൽ അങ്ങനെയല്ല. ജോൺസൺ കൗണ്ടർ എന്ന് വെച്ചാൽ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട്, അതായത് 2 ഔട്ട്പുട്ട് കാണുമല്ലോ, ക്യൂവും Q' കാണുമല്ലോ. അതിൽ ഇൻവേർട്ടഡ് ഔട്ട്പുട്ടായിട്ടുള്ള Q' ആയിരിക്കും ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ടു ഇൻപുട്ട് ഓഫ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. മറ്റേതൊക്കെ ഏകദേശം എല്ലാം സെയിം തന്നെ. അതായത് ഫസ്റ്റത്തെ ഇൻപുട്ട് രണ്ടാമത്തേലേക്ക് പോകുന്നു, അങ്ങനെ അതൊക്കെ സെയിം തന്നെ. പക്ഷേ ഈ ഔട്ട്പുട്ടിൻ്റെ കേസിൽ ലാസ്റ്റിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ ഇൻവേർട്ടഡ് എന്നായിരിക്കും ഫസ്റ്റിലേക്ക് ഇൻപുട്ടായിട്ട് പോകുന്നത്. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ N ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ
2n സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 2n സ്റ്റേറ്റ്സ് അതിലുണ്ടായിരിക്കും. മറ്റേ റിംഗ് കൗണ്ടറിലാണെങ്കിൽ n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ n സ്റ്റേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിനെ ഇൻവേഴ്സ് ഫീഡ്ബാക്ക് കൗണ്ടർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് വിളിക്കും. അങ്ങനെ 2 പേരിലാണ് ജോൺസൺ കൗണ്ടർ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഇൻവേഴ്സ് ഫീഡ്ബാക്ക് കൗണ്ടർ, അതുപോലെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. ഇതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിവൈഡേഴ്സ് ആൻഡ് പാറ്റേൺ റെക്കഗ്നൈസേഴ്സ് അതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടു ക്രിയേറ്റ് എ കോംപ്ലിക്കേറ്റഡ് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഇൻ ഹാർഡ്വെയർ ലോജിക് ഡിസൈൻ. പിന്നെ 3 ബിറ്റ് ജോൺസൺ കൗണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ജോൺസൺ കൗണ്ടർ 3 ബിറ്റ് ജോൺസൺ കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 5 സ്റ്റേജ് ജോൺസൺ കൗണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇറ്റ് യൂസ്ഡ് ആസ് എ സിങ്കർണസ് ഡിക്കേഡ് ആൻഡ് ഓൾസോ ഡിവൈഡ് സർക്യൂട്ട്. അപ്പോൾ അത്രയാണ് അപ്ലിക്കേഷൻസ് പറയുന്നത്. റിംഗ് കൗണ്ടറിൻ്റെ അപ്ലിക്കേഷൻസ് പോലെ ഇതും ജസ്റ്റ് പഠിച്ച് വയ്ക്കുക. ചിലപ്പോൾ 3 മാർക്കും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഫിഗറിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരിക്കും, 8 സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ ഈ ഇൻവേർട്ടറിനായിരിക്കും നമുക്ക് ഫസ്റ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ഷൻ വരുന്നത്. ഇൻവേർട്ടർ ക്യൂ ഡാഷിനായിരിക്കും ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കണക്ഷൻ വരുന്നത്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ഇതിൽ നമ്മൾ പറഞ്ഞു 8 സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് 8 വാല്യൂസ് വരും. 0 മുതൽ 7 വരെ വാല്യൂസ് വരും. അതിനനുസരിച്ച് Q1, Q2, Q3, Q4 വാല്യൂസ് ട്രൂത്ത് ടേബിൾ വരും. സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ഇതാണ് 8 സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 0 0 0 0 1 0 0 0 1 1 0 0 1 1 1 0 1 1 1 1 പിന്നെ 0 1 1 1 0 0 1 1 0 0 0 1 അങ്ങനെ 8 സ്റ്റേറ്റാണ് നമുക്ക് ഈ ജോൺസൺ കൗണ്ടറിൽ വരുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താ വെച്ചാൽ, അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് റിംഗ് കൗണ്ടറിനെക്കാട്ടിയും കൂടുതൽ ഔട്ട്പുട്ട് വരുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുമെങ്കിലും നമുക്ക് അവിടെ 4 ഔട്ട്പുട്ട് ആണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്? 8 ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കൗണ്ട് ഡാറ്റ ഇൻ കണ്ടിന്യൂസ് ലൂപ്പ്, നമുക്ക് ആ ലൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ടിങ് ചെയ്യാൻ പറ്റും. അതൊരു വേറെ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ടോട്ടൽ 15 സ്റ്റേറ്റ് നമുക്ക് ചിലപ്പോൾ ജനറേറ്റ് ചെയ്യാം. പക്ഷേ അതിൽ നമ്മളിവിടെ ആകെ ജനറേറ്റ് ചെയ്യുന്നത് എത്ര എണ്ണമാണ്? 8 സ്റ്റേറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. ബാക്കി 8 നമ്മൾ ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 0 മുതൽ 7 വരെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഡസൻ കൗണ്ട് ഇൻ ബൈനറി സീക്വൻസ് ആയിട്ട് ഇത് കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. എന്താണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്? അതായത് 4 തരത്തിലുള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട്, പാരലൽ ഇൻ പാരലൽ ഔട്ട്. അപ്പോൾ ഇതും ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്തായാലും ഒരു ഓർക്കസ്ട്രോ അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് പാർട്ട് ബിയിൽ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിഗർ എന്തായാലും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഫിഗർ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സീരിയലായിട്ടാണ് ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ സീരിയലായിട്ട് നമ്മൾ കൊടുക്കുന്നു. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ക്ലോക്ക് കൊടുക്കുന്നുണ്ട്. അത് സീരിയലായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് കിട്ടുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ ക്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതായിരിക്കും, അല്ലെങ്കിൽ ടൈമിംഗ് ഡയഗ്രാം. ക്ലോക്ക് ഡയഗ്രാം അല്ല, ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇത് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഞാൻ നോട്ട് എന്തായാലും ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സീരിയൽ ഇൻ പാരലൽ ഔട്ട്. സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു? സീരിയലായിട്ട് തന്നെ കൊടുക്കുന്നു. അതിവിടെ ഇതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സീരിയലായിട്ടുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുന്നത്? പാരലായിട്ട് ഔട്ട്പുട്ട്. ഓരോന്നും നമുക്ക് പാരലായിട്ട് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. പിന്നെ ക്ലോക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, CLR നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സീരിയൽ ഇൻപുട്ട്, പാരലായിട്ട് ഔട്ട്പുട്ട്. Q1, Q2, Q3, Q4 ആയിരിക്കും ഔട്ട്പുട്ട്. ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്തെന്ന് പറയുന്നത് സീരിയൽ ഇൻ സീരിയൽ ഔട്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ ഫിഗർ കുറച്ച് മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും സിമ്പിളായിട്ടുള്ള ഫിഗറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ പാരലൽ സീരിയൽ ഔട്ടിൽ നമുക്ക് മെയിനായിട്ട് 2 മോഡുകൾ വരുന്നുണ്ട്. ഒന്ന് ലോഡ് മോഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷിഫ്റ്റ് മോഡ് വരുന്നുണ്ട്. ഓക്കെ. ഈ ലോഡ് മോഡിൽ എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് ലോ ഡിവൈസ്, അതായത് ആക്റ്റീവ് ലോ ഡിവൈസ് ആണ് ആ സ്റ്റേജിന് പറയുക. ലോഡ് മോഡിലുള്ള ആ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് ലോ ഡിവൈസ്. അതിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മളിവിടെ 6 ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, 6 ആൻഡ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 246 ഗേറ്റിൽ ആണ് കണക്ഷൻ പോകുന്നതെങ്കിൽ അത് ലോഡ് മോഡ് എന്ന് വിളിക്കും. ഇനി ഷിഫ്റ്റ് മോഡിലാണെങ്കിൽ ആക്റ്റീവ് ഹൈ ഡിവൈസ് ആണ്, അതിൻ്റെ സിഗ്നൽ പോകുന്നത് 135 ഗേറ്റ്സിലായിരിക്കും. ഓക്കെ.